നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അതിലേക്ക് എത്താൻ ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. ഉം, എനിക്ക് തോന്നുന്നു അവർ അച്ഛനെ കണ്ടുണ്ട്. ഉം, അച്ഛനെ എനിക്കറിയാം. ഉം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. ഉം. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ എന്നാലും അത് പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ആ. രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു. ഉം. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചേർന്നു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞ തൊട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. പക്ഷെ കുറേ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ പോലെ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്. ആ. സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. ഉം. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ആ ബൂസ്റ്റ് ആവാൻ പറ്റും. അല്ലേ ആവാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പം അഖിലിന് ഇപ്പൊ സിനിമയിലേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടെ വലുതായി തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ ബിസി ആവുന്നതനുസരിച്ച് ഫ്രണ്ട് സർക്കിൾ കുറേ ചെയ്യുന്നത്. ഉം. കാരണം ആൾക്കാരോട് മിണ്ടാനുള്ള സമയം കുറച്ചുകൂടെ കുറയുന്നു. കുറേ. ഉം. പിന്നെ വരുമ്പം ഈ പറഞ്ഞോണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്ര നാൾ നിലനിൽക്കും ഉം. എന്ന് പോകാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഓഡിഷന് വേണ്ടിയിട്ടാണെങ്കിലും ചാൻസസിന് വേണ്ടിയിട്ടാണെങ്കിലും അഖിലും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയല്ലോ, ചെയ്യുന്നുമുണ്ട് ഉറപ്പായിട്ടും. അല്ലേ, കുറച്ച് നാളായിട്ട്. ഈ പോയ വഴിയിലേക്ക് എപ്പോഴെങ്കിലും അഖിലിനെ ഒരു റിജക്ഷനോ അഖിലിനെ തള്ളി മാറ്റുക, തള്ളി മാറ്റി മാറ്റി നിർത്തപ്പെടുക? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞോട്ട് ചിലപ്പോൾ ചില പ്രൊമോഷൻസൊക്കെ ഞാനിങ്ങനെ പൈസ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പൈസ? വാങ്ങാതെ പോലും പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ. പല സിനിമകളുടെയൊക്കെ. അപ്പോൾ ഞാനവിടെ ഇൻ റിട്ടേൺ ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും റോളൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചില ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ റോളിന് പോലും ആരും വിളിച്ചിട്ടില്ല. ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ വിളിക്കാം. അഭിനയിക്കാൻ അറിയാവോ ഇല്ലാതെ രണ്ടാമത്തെ കാര്യം. ജസ്റ്റ് വിളിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ സൈഡിൽ നിൽക്കുന്ന റോളോ വേണമെങ്കിൽ തരാമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും തന്നിട്ടില്ല. കുറേ ആൾക്കാർ തന്നില്ല. പക്ഷെ ചില ആൾക്കാർ അതിന് വ്യത്യസ്തം കേട്ടോ. കാരണം ചില ഡയറക്ടർമാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അവർ ഓർമ്മയിൽ വെക്കും. പക്ഷെ ചില ആൾക്കാർ ആ ഒരു മൊമെന്റ് അവർക്ക് ഇന്ന പോലെ പ്രൊമോഷൻ കിട്ടണം, അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചിലപ്പോൾ അവിടെ അന്നേരം പറയുമല്ലോ നിന്നെ അടുത്ത സിനിമയിൽ മോഹവാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ അപ്പോൾ. കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആൾക്കാരെ പഠിക്കാൻ പറ്റി പറയാം അവിടെ. Yeah. എല്ലാവരും അങ്ങനെ അല്ല. അവർ ഈ പറഞ്ഞിട്ട് ആവശ്യത്തിന് വരുമ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ആവശ്യം ആ സിനിമ അവിടെ വിജയിക്കണം. ഇപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൽ നിന്നും അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട്. അങ്ങനെ അഖിലിന് ആദ്യമായിട്ട് വലിയൊരു അഭിമാനം തോന്നിയത്, അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു റെസ്പെക്ട് തോന്നിയ ഏതൊരു വ്യക്തിയോടായിരിക്കും? ഷൈജു ഗുരു, ആണോ? ഷൈജു ഏട്ടൻ. ഏത് അതെനിക്ക് മൂവിക്കാ? അത് മോഹിനിയാട്ടം മൂവിയുടെ പ്രൊമോഷൻ പോയപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വേണ്ടിയപ്പോൾ എനിക്ക് ഭയങ്കര കാരണം എനിക്ക് തോന്നി, എനിക്ക് അറിയത്തില്ല പുള്ളി പേഴ്സണലായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫാമിലി പോലെ എനിക്ക് തന്നെയാണ്. ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ഭയങ്കര കണക്റ്റായി. കുറച്ച് നേരം സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ വളരെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ പുള്ളി ഭയങ്കര നമ്മളെ കാണുന്ന രീതിയുണ്ട്. അത് റിയലാണ്. ഭയങ്കര റിയലാണ്. എനിക്ക് റിയലായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല കേട്ടോ. എങ്കിലും എനിക്ക് ആ കുറച്ച് നേരം സംസാരിച്ച് റിയലായിട്ട് തോന്നിയ ഒരു വ്യക്തി ചേട്ടൻ മാത്രമേ ഉള്ളൂ. മോഹിനിയാട്ടം എപ്പോൾ മെസ്സേജ് റിപ്ലൈ ആയിരിക്കും കേട്ടോ. സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏട്ടാ സൂപ്പറായിട്ടുണ്ട് പറയുമ്പോൾ ഒരുപാട് നാൾ എനിക്ക് ആഗ്രഹം തോന്നി പുള്ളിയുടെ പടം വിജയിക്കണം. കാരണം ഒരു വട്ടം വെച്ചേ ഉള്ളൂ പുള്ളിയെടുത്ത്. പക്ഷെ ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്നവർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ക്യാരക്ടർ. ഒരു ജാടയില്ല, ഒരു ഇതുമില്ല. നമ്മളെ മാക്സിമം മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഒരു വേ ഓഫ് കാര്യങ്ങൾക്ക് നല്ല രസമാണ്. വളരെ ഞാൻ ഇപ്പൊ തന്നെ പറയും കേട്ടോ, ഷൈജന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് വന്നു. ഷൈജന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ആണോ? ഇതുപോലെ ഞാൻ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്ര ഇതായിട്ട് തോന്നിയ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരു വീട്ടുകാരോടും സംസാരിച്ച് നിയമപരമായി അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടേണ്ട ഒരു ടോക്സിക് റിലേഷൻ ആയിരിക്കണം. എന്റെ അറിവിൽ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻ ഇതിലുണ്ടായിട്ടില്ല.
ഇത് അപ്പുറത്തുള്ള ആളെ ഒന്നും അല്ലാതാക്കിയാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ മാന്യമായി ഈ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നു. അങ്ങനെ ഓടിപ്പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? അവർക്ക് അവരുടെ ഭാഗമുണ്ടാകും. അത് ഞാൻ കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിലെ മൊഴിയായി എന്തോ പുറത്തു വന്നിട്ടുണ്ട്. അതും സത്യമാണോ എന്നറിയില്ല. ഞാൻ അഖിലിനോട് മാത്രമാണ് സംസാരിച്ചത്. ഒന്നുമല്ലേലും ഇത്രയും നാൾ നിന്നെ നോക്കിയ ആളല്ലേ, ഒരു ബഹുമാനം കൊടുത്തിട്ട് ഇറങ്ങി പോണമായിരുന്നു. നാളെ അഖിൽ എന്നാതെ എന്തൊക്കെയാകും നേരിടേണ്ടി വരിക? ആ കുട്ടിക്കും ഇതേ അവസ്ഥ തന്നെയാകും ഉണ്ടാവുക. നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ തന്നെയാവും പറയുക. ഇന്നും നാളെയും ഒക്കെയാണ് അഖിൽ നേരിടേണ്ടി വരുന്ന ബുള്ളിങ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ വീഡിയോ ചെയ്താലും അതുണ്ടാകും. അഖിലൊക്കെ കാര്യങ്ങൾ പക്വതയോടെ നേരിടുന്ന ആളാണ്. പക്ഷെ ആളൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ സാഹചര്യം എങ്ങനെ അതിജീവിക്കുമെന്നും അറിയില്ല. നാളെ ഈ കുട്ടി വരും, അവരുടെ ഭാഗം പറയും. അപ്പോൾ അതും വീണ്ടും ചർച്ചയാകും. ആ കുട്ടി എന്തിനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നതാണ് തന്നെ ചിന്തിപ്പിക്കുന്നത്. ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്നും ഇക്കാര്യം നേരിട്ട് സംസാരിച്ചപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു അഖിലിന്റെ പ്രതികരണമെന്നും സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. ഈ വിഷയം കുറച്ച് കടുത്തതാണ്, പക്ഷെ കുറച്ചു കാര്യങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അഖിൽ എൻആർഡിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഞാൻ ഇവരുടെ വിവാഹത്തിന് പോയ ഒരാളാണ്. 2021 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധവും അഖിലുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അഖിൽ എൻആർഡി അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല ബ്ലോഗായി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീഡിയോസ് ഒരുപാട് നാളായി കാണുന്നുമുണ്ടായിരുന്നു. എന്നാൽ കണ്ടാൽ നല്ലൊരു ദമ്പതികൾ. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപും ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല. അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് എൻ്റേത്. വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. വീഡിയോ ചെയ്തേ തീരൂ. അത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു.